PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ ആരോഗ്യനില ഗുരുതരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അബ്ദുൽ നാസർ മദനി. പുലർച്ചെ മുതൽ വെന്റിലേറ്റർ സഹായം നൽകുന്നുണ്ട്. വൃക്ക രോഗത്തെ തുടർന്ന് ഒരു മാസം മുമ്പാണ് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റോഷിപാൽ വിശദാംശങ്ങളുമായി. റോഷിപാൽ, അബ്ദുൽ നാസർ മദനിക്ക് നേരത്തെ തന്നെ വൃക്ക രോഗം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് ചികിത്സയിലാണ്. ഇപ്പോൾ എന്തൊക്കെ അസുഖങ്ങളാണ് അബ്ദുൽ നാസർ മദനിയെ അലട്ടുന്നത്? നികേഷ്, ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്ന വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊച്ചിയിലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു അബ്ദുൽ നാസർ മദനി. വൃക്കരോഗമാണ്. അതുമായി ബന്ധപ്പെട്ട ഡയാലിസിസിന് ഉൾപ്പെടെ അദ്ദേഹം വിധേയമാകുന്നുണ്ട്. ഇടയിലാണ് ഇന്ന് രാവിലെ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കും പിന്നാലെ വെന്റിലേറ്ററിലേക്കും മാറ്റുകയായിരുന്നു. ഏതായാലും ഇനി മെഡിക്കൽ ബുള്ളറ്റിൻ ഉച്ചയോടെ വരും. എന്നാലേ പിന്നീടുള്ള ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തുടരുന്നത്. ഏതായാലും മാസങ്ങളായി തുടരുന്ന ആരോഗ്യ പ്രശ്നമാണ്. ജയിലിലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ജാമ്യം ലഭിക്കുന്നു. പിന്നീട് കർണാടകയിൽ നിന്നും സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് കൂടുതൽ നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ബന്ധുക്കളുടെ ആവശ്യപ്രകാരം, പാർട്ടിയുടെ ആവശ്യപ്രകാരം സംസ്ഥാനത്തേക്ക് കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏതായാലും ഉച്ചയോടെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റോഷിപാൽ.